സ്റ്റഡീസിന്റെ മൂന്നാമത്തെ ബ്ലോക്കിലെ നാലാമത്തെ യൂണിറ്റ് ആയ കറന്റ് എൻവയോൺമെന്റൽ കൺസർവേഷൻ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ യൂണിറ്റ് ആട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പേര് പോലെ തന്നെ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ മുഴുവനായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, നിലവിൽ നമ്മുടെ സമൂഹത്തിലുള്ള കുറച്ച് എൻവയോൺമെന്റൽ കൺസർവേഷൻ ആക്ടിവിറ്റീസുകൾ ഏതെല്ലാം എന്നാണ്, അല്ലെങ്കിൽ ഏതെല്ലാം അവയുടെ ഒബ്ജക്റ്റീവ്സുകൾ, അവരുടെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ ഈ യൂണിറ്റിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇവിടെ എൻവയോൺമെന്റൽ കൺസർവേഷൻ എന്ന് പറയുന്നത് എന്താണ്? എൻവയോൺമെന്റൽ കൺസർവേഷൻ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എൻവയോൺമെന്റിനെ, നമ്മുടെ പരിസ്ഥിതിയെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. എന്തിൽ നിന്നും? പല പ്രശ്നങ്ങളിൽ നിന്നും, പല ഭീഷണിയിൽ നിന്നും നമ്മൾ നമ്മുടെ പരിസ്ഥിതിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ എൻവയോൺമെന്റൽ കൺസർവേഷൻ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്തിൽ നിന്നാണ്? ഹ്യൂമൻ ആക്ടിവിറ്റീസ് നിന്നാണ്, അല്ലെ? മനുഷ്യരുടെ പ്രവൃത്തികളിൽ നിന്ന് തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ പരിസ്ഥിതിയെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, അല്ലെ? ഓക്കെ, ഫൈൻ. സോ നമുക്ക് നോക്കാം, നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. ആദ്യം തന്നെ എൻവയോൺമെന്റൽ കൺസർവേഷൻ ആക്ടിവിറ്റീസുകൾ ഏതെല്ലാം എന്ന് നമുക്ക് നോക്കാം, അല്ലെ? നമുക്ക് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് ആകെ 4 മെത്തേഡുകളാണ്, അഥവാ 4 ആക്ടിവിറ്റികളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒന്ന് നമുക്ക് നോക്കാം, ഏതാണ്? സ്വച്ഛ് ഭാരത് അഭിയാൻ. ഏതാണ്? സ്വച്ഛ് ഭാരത് അഭിയാൻ, അല്ലെ? നമ്മളെല്ലാരും കേട്ട് പരിചയമുള്ള ഒരു എൻവയോൺമെന്റൽ കൺസർവേഷൻ ആക്ടിവിറ്റി ആണത്, അല്ലെ? നോക്കാം, സ്വച്ഛ് ഭാരത് അഭിയാൻ എന്ന് പറഞ്ഞാൽ ആരാണത് ഇംപ്ലിമെന്റ് ചെയ്തത്? ശ്രീ നരേന്ദ്രമോദി അദ്ദേഹമാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തത്. അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഇത് സ്വച്ഛ് ഭാരത് അഭിയാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഈ സ്വച്ഛ് ഭാരത് അഭിയാന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം, അല്ലെ? ഒന്നാമത്തെ നോക്കാം, ടു പ്രൊമോട്ട് ക്ലീൻനെസ് ആൻഡ് ഹൈജീൻ, അല്ലെ? ഇൻ എ മാനർ. അതായത് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വൃത്തി, അതേപോലെ തന്നെ ഹൈജീൻ, അല്ലെ? വൃത്തിയും ഹൈജീനും ക്ലീനിങ്ങും, അതുപോലെ തന്നെ അതൊക്കെ എത്രത്തോളം വൃത്തിയാക്കലും വൃത്തിയും, അല്ലെ, പേഴ്സണൽ ഹൈജീനും എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നത് എല്ലാവരിലേക്കും എത്തിക്കുക, അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ നോക്കാം, മാത്രമല്ല ടു ബ്രിങ് ഇംപ്രൂവ്മെന്റ് ഇൻ ദ ക്വാളിറ്റി ഓഫ് ദി ലൈഫ് ഇൻ റൂറൽ ഏരിയാസ്. റൂറൽ ഏരിയാസിൽ ജീവിക്കുന്ന ആളുകളുടെ ജീവിത ലൈഫ് സ്റ്റൈല് തന്നെ എന്ത് ചെയ്യുക? ഇംപ്രൂവ്മെന്റ് ചെയ്യുക. മനസ്സിലായി? അവരുടെ ജീവിത രീതിയെ ഇംപ്രൂവ്മെന്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള കൺസർവേഷൻ പ്രാക്ടീസുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഹെൽത്ത്, ആരോഗ്യത്തെ കുറിച്ചും ഹൈജീനെ കുറിച്ചും ഒരു പബ്ലിക് അവയർനെസ് കൊടുക്കുക. എന്താണ്? ഒരു ബോധവൽക്കരണം കൊടുക്കുക. ഇതൊക്കെയാണ് സ്വച്ഛ് ഭാരത് അഭിയാന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇമ്പോർട്ടന്റ് ആണ്, അത് നമുക്ക് ചോദിക്കാൻ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചോദ്യം നമുക്ക് ഇതിൽ നിന്നും പ്രതീക്ഷിക്കാം. ഓക്കെ, സോ എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്? എന്താണ്? വൃത്തിയുടെയും അതേപോലെ തന്നെ പേഴ്സണൽ ഹൈജീന്റെയും എല്ലാം അതിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ റൂറൽ ഏരിയാസിൽ ഇരിക്കുന്ന ആളുകളുടെ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യുക. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രാക്ടീസുകളെ പ്രൊമോട്ട് ചെയ്യുക. മാത്രമല്ല ആരോഗ്യത്തെ കുറിച്ചും ഹൈജീനെ കുറിച്ചും അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അവയർനെസ് കൊടുക്കുക. അതായത് എന്താ? ബോധവൽക്കരണം കൊടുക്കുക. മനസ്സിലായല്ലോ? ഇനി നമുക്ക് നോക്കാം രണ്ടാമത്തെ പദ്ധതി. നമുക്ക് എല്ലാവർക്കും അറിയാം, ഹരിത കേരളം മിഷൻ. ഓക്കെ, ഹരിത കേരളം മിഷൻ എന്ന ഒരു എൻവയോൺമെന്റൽ കൺസർവേഷൻ ആക്ടിവിറ്റിയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഗവൺമെന്റ് ഓഫ് കേരള ഇംപ്ലിമെന്റ് ചെയ്ത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത് വന്ന ഈ ഹരിത കേരള മിഷൻ എന്ന് പറഞ്ഞ ഈ ആക്ടിവിറ്റി ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ്
പോസിറ്റീവ് റെസ്പോൺസ് എല്ലാം കിട്ടിയ ഒരു പദ്ധതിയാണ് ഏത് നമ്മുടെ ഈ ഒരു ഹരിത കേരള മിഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, ഗവൺമെന്റ് ഓഫ് കേരള ഇംപ്ലിമെന്റ് ചെയ്ത ഏറ്റവും നല്ലൊരു പ്രോഗ്രാം ആയിട്ട് തന്നെയാണ് ഈ ഒരു മിഷന് നമ്മൾ കണക്കുകൂട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ എൻവയോൺമെന്റൽ ആക്ടിവിറ്റിയെ കുറിച്ച് നോക്കാം. എന്താണ്? എക്കോ ക്ലബ്ബ്. ഇത് നമ്മൾ കേട്ടതാണ് അല്ലെ, നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ളതാണ്. ഏതാണ് എക്കോ ക്ലബ്ബ്? ഓക്കെ, എക്കോ ക്ലബ്ബിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം. എക്കോ ക്ലബ്ബിൽ കുറച്ച് ആളുകൾ എന്ത് ചെയ്യുകയാണ്? എൻവയോൺമെന്റൽ കണ്ടീഷനിൽ, നമ്മുടെ പരിസ്ഥിതിയിലെ കണ്ടീഷൻസിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് കുറച്ച് ആളുകൾ എന്ത് ചെയ്യുകയാണ്? വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ഈ എക്കോ ക്ലബ്ബിന് വളരെ വലിയൊരു പങ്കുണ്ട്. എന്തില്? അതായത് നമ്മുടെ ഈ പരിസ്ഥിതിയെ ഫ്യൂച്ചർ ജനറേഷനിലെ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് വരുന്ന തലമുറയ്ക്കും ഈ എൻവയോൺമെന്റ് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള ആ ഒരു ബോധവൽക്കരണം ആളുകളിലേക്ക് എത്താൻ വളരെ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ച ഒരു പ്രോഗ്രാമാണ് ഏത്? ഈ എക്കോ ക്ലബ്ബ് എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് നോക്കാം കുറച്ച് എക്കോ ക്ലബിന്റെ കുറച്ച് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ കുറച്ച് ഉദ്ദേശങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തത് അവരുടെ സ്റ്റുഡൻസിനെ, മനസ്സിലായോ? അതായത് വിദ്യാർത്ഥികളെ തനിക്ക് ചുറ്റുമുള്ള പരിസരം എപ്പോഴും ഗ്രീൻ ആക്കി വെക്കാൻ അവരെ മോട്ടിവേറ്റ് ചെയ്യുക എന്നതാണ് ഒന്നാമത്തേത്. മനസ്സിലായല്ലോ? വിദ്യാർത്ഥികളെയാണ്, അതായത് ഇനി വരുന്ന തലമുറയ്ക്കാണ് ഇവർ എന്ത് കൊടുക്കുന്നത്? പ്രോത്സാഹനം കൊടുക്കുന്നത്. മനസ്സിലായല്ലോ? സോ തനിക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളെ, പരിസ്ഥിതിയെ പച്ചയായിട്ട് തന്നെ നിലനിർത്തുക അല്ലേ എന്നാണ് ആദ്യമായിട്ട് ഈ എക്കോ ക്ലബ്ബ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്ത് നോക്കാം, വെള്ളം. ഓക്കെ, വാട്ടറിന്റെ ഉപയോഗം കുറയ്ക്കാനും അതേപോലെ തന്നെ വാട്ടറിനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് കൺസേർവ് ചെയ്യാം എന്നുള്ള മെത്തേഡ്സിനെ പ്രൊമോട്ട് ചെയ്യുക കൂടി എന്ത് ചെയ്യുന്നുണ്ട്? എക്കോ ക്ലബ്ബ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ സ്റ്റുഡൻസിനെ ഒരു പബ്ലിക് അവയർനെസ് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? അതായത് വേസ്റ്റ് അല്ലെ, വേസ്റ്റ് ഒരുപാട് റെസ്പിറേറ്ററി ഡിസീസുകൾക്ക് കാരണമാകുന്ന നമ്മുടെ കുറച്ച് ഹ്യൂമൻ ആക്ടിവിറ്റീസുകൾ ഇന്നതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ബേസിക് അവയർനെസ് സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? മാത്രമല്ല സ്റ്റുഡൻസിനെ പ്ലാസ്റ്റിക് ബാഗ് ഉപയോഗിക്കാനുള്ള പ്രേരണ കൊടുക്കാതെ പകരം തുണി കൊണ്ട് ഉപയോഗിച്ചാൽ പ്ലാസ്റ്റിക് കവറുകളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കാനുള്ള ഒരു മെന്റാലിറ്റി അല്ലെങ്കിൽ അതിനെ മോട്ടിവേറ്റ്, അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഏത്? എക്കോ ക്ലബ്ബ് എന്ന് പറയുന്നത് അല്ലെ. മാത്രമല്ല ഈ എക്കോ ക്ലബ്ബ് ഒരുപാട് പ്രോഗ്രാമുകളും എന്ത് ചെയ്യുന്നുണ്ട്? ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അതായത് ക്വിസ് പ്രോഗ്രാം, എസ്സേ റൈറ്റിംഗ് പ്രോഗ്രാം, പെയിന്റിംഗ് കോമ്പറ്റീഷൻ, ഇതെല്ലാം തന്നെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? ഇവര് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ? സോ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ, അതായത് വരും തലമുറയ്ക്ക് ഇത്തരത്തിൽ ഒരുപാട് മോട്ടിവേഷൻ കൊടുക്കാൻ ആർക്ക് സാധിക്കുന്നുണ്ട്? എക്കോ ക്ലബിന് സാധിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് നമ്മുടെ ഈ യൂണിറ്റിലെ നാലാമത്തെ പ്രോഗ്രാം നമുക്ക് നോക്കാം അല്ലെ. നാലാമത്തെ എൻവയോൺമെന്റൽ കൺസർവേഷൻ ആക്ടിവിറ്റി നമുക്ക് നോക്കാം. ഏതാണ്? നേച്ചർ ക്ലബ്ബ് അല്ലെ. നമ്മൾ കേട്ടതാണ്, നമുക്ക് കേട്ട് പരിചയമുള്ളത് തന്നെയാണ് അല്ലെ. എപ്പോഴും ഒരുപാട് കോളേജസിലൊക്കെ നമുക്ക് കാണാം അല്ലെ. അപ്പൊ നോക്കാം, നേച്ചർ ക്ലബ്ബ് എന്താണ്? നേച്ചർ ക്ലബിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലെ. ടു സെൻസസ് മോട്ടിവേറ്റ് ദി എഡ്യൂക്കേഷൻ സ്റ്റുഡൻസ് ആൻഡ് സ്റ്റാഫ് അബൌട്ട് ദി എൻവയോൺമെന്റൽ കൺസർവേഷൻ. അതായത് സ്റ്റുഡൻസിനെയും, അതായത് വിദ്യാർത്ഥികളെയും മറ്റുള്ളവരെയും ഈ പരിസ്ഥിതിയെ കൺസേർവ് ചെയ്യേണ്ട ആവശ്യകതയെ കുറിച്ച് സ്റ്റുഡൻസിനെയും മറ്റുള്ളവരെയും അവെയർ ചെയ്യുക, അവരെ ബോധവൽക്കരിക്കുക, അല്ലെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം കൊടുക്കുക. മാത്രമല്ല നോക്കുക, നമ്മുടെ സൊസൈറ്റി, മനസ്സിലായി, നമ്മുടെ സമൂഹത്തിന് എൻവയോൺമെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂകളെ കുറിച്ച് വളരെ നല്ല രീതിക്ക് ബോധവൽക്കരണം ചെയ്യുക എന്നതുകൂടി നേച്ചർ ക്ലബിന്റെ ഒബ്ജക്റ്റീവ്സിൽ ഉൾപ്പെട്ടതാണ്. മനസ്സിലായല്ലോ? മാത്രമല്ല ഒരുപാട് ആക്ടിവിറ്റീസ് ഓർഗനൈസ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? ഡിസ്ട്രിക്റ്റിലെ അതത് ജില്ലയിലെ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റികൾ എന്ത് ചെയ്യുക? ഓർഗനൈസ് ചെയ്യുക. മനസ്സിലായല്ലോ? ഇത്തരത്തിൽ ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ആണ് ആര് മുന്നോട്ട് വെക്കുന്നത്? നേച്ചർ ക്ലബ്ബ് മുന്നോട്ട് വെക്കുന്നത്. ഈ ക്ലബ്ബുകളിലൊക്കെ ഓവറോൾ ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നമ്മുടെ പരിസ്ഥിതിയെ കൺസർവേഷൻ ചെയ്യേണ്ട ഒരു ആവശ്യകത എത്രത്തോളം ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ എൻവയോൺമെന്റ്, നമ്മുടെ പരിസ്ഥിതിയെ നമ്മൾ പൊല്യൂട്ടഡ് ആക്കിയാൽ അത് ഏതൊക്കെ അതിന്റെ ദൂഷ്യഫലങ്ങളെ കുറിച്ച് ബാക്കിയുള്ളവരെ ബോധവൽക്കരിക്കുക
ബോധവൽക്കരിക്കുക. ഇതൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ ക്ലബ്ബുകളുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആക്ടിവിറ്റികളുടെ പ്രത്യേകതകൾ. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു യൂണിറ്റില്. നമ്മൾ എന്തൊക്കെ പഠിച്ചു? അതായത് എൻവയോൺമെന്റൽ കൺസർവേഷൻ ആക്ടിവിറ്റികളായ 4 എണ്ണമാണ് പഠിച്ചത്. ഏതാണ്? സ്വച്ഛ് ഭാരത് അഭിയാൻ, ഹരിത കേരള മിഷൻ, എക്കോ ക്ലബ്ബ്, നേച്ചർ ക്ലബ്ബ് അല്ലേ? ഇതിന്റെ ഒക്കെ ഒബ്ജക്റ്റീവ്സും എല്ലാം പഠിച്ചു അല്ലേ? ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ഒന്നുമില്ല, നമ്മൾ ഇതിലാകെ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് നേച്ചർ ക്ലബിന്റെയും അതേപോലെ തന്നെ എക്കോ ക്ലബിന്റെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്, അതേപോലെ തന്നെ നമുക്കറിയാം സ്വച്ഛ് ഭാരത് അഭിയാന്റെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്. ഈ ഒബ്ജക്റ്റീവ്സുകളാണ് നിങ്ങൾ കുറെ കൂടി ഫോക്കസ് ചെയ്ത് പഠിക്കാനുള്ളത്. ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അത്ര ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ക്ലാസ് ഭയങ്കര സിമ്പിൾ ആണ്, വളരെ ചെറിയൊരു ലെസൺ ആണ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ക്ലാസ്. നമുക്ക് ഇനി അടുത്തൊരു ക്ലാസ്സിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, സോ അതുവരെയും ബൈ ആൻഡ് താങ്ക് യു.